കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ മാവുംതോട്ടത്തിലാണ്. പക്ഷെ ഇന്നത്തെ വിഷയം മാവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമേ അല്ല, ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇപ്പോഴത്തെ AI യുഗത്തിൽ എങ്ങനെ നമ്മളൊക്കെ പറ്റിച്ച് കാശ് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. നിങ്ങളൊന്ന് കേൾക്കണം ഈ വീഡിയോ, എന്നിട്ട് വിലയിരുത്തണം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഇന്നലെ നമ്മുടെ മറുനാടൻ്റെ ഒരു വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കമൻസ് ഒന്ന് ജസ്റ്റ് പോയി നോക്കിയതാണ്. ആ കമൻസിൽ ഒരു ലിങ്ക്, അതായത് നമ്മളുടെ ഇഷ ഫൗണ്ടേഷൻ്റെ സദ്ഗുരുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക്. അപ്പോൾ ആ ലിങ്ക് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് കയറി പോകുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയുടെ ഉള്ളിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ കയറിപ്പോയി ഞാൻ ആ ലിങ്ക് തുറന്ന് നോക്കിയപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂവിൽ ഒരു പണസംബന്ധമായിട്ട് അദ്ദേഹം എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു രഹസ്യം ആൾ തുറന്ന് കാട്ടാണ്. അപ്പോൾ ആ തുറന്ന് കാട്ടിയത് അതൊരു അബദ്ധവശാൽ തുറന്ന് കാട്ടിയതായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സ്കാവലൻ ഷോ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ആ ഒരു പരിപാടിയുടെ പേര് വരുന്നത്. എടുത്ത ആൾ ഫെഡറിക് സ്കാവലൻ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഇൻ്റർവ്യൂ എടുക്കുന്നു. ഭയങ്കര നമുക്ക് ആ ഇൻ്റർവ്യൂ അയച്ചു കഴിഞ്ഞാൽ ഇത് ഒരു നോണ ഇൻ്റർവ്യൂ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, സദ്ഗുരു താങ്കൾക്ക് ക്യാഷ് കുറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇത്രയും ക്യാഷ് ഉണ്ടാക്കുന്നത്? താങ്കൾ കള്ളത്തരത്തിൽ കൂടെ അല്ല ക്യാഷ് ഉണ്ടാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും കള്ളത്തരത്തിൽ കൂടെ അല്ല ക്യാഷ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ 21,000 രൂപ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പറയുകയാണ്. അപ്പോൾ ആൾ ബാധിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ പറ്റില്ല, ഒരാൾക്കും ഭൂമിയിൽ അങ്ങനെ പറ്റിയിട്ടില്ല, താങ്കൾ നുണ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും നുണ പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ നല്ല ഒരു സംഭവത്തോടെയാണ് ചെയ്യുന്നത്, പക്ഷെ അതെനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് വെളിപ്പെടുത്തിക്കൂടാ? താങ്കളുടെ ഭക്തർക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെടില്ലേ, എന്തുകൊണ്ട് താങ്കൾ ഇത് മാത്രം താങ്കൾ വെച്ച് ചെയ്യുന്നു? അപ്പോൾ പറയുന്നത് ഗവൺമെൻറ് പോളിസീസിന് എതിരാണ്, അതുകൊണ്ട് ഇത് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് ഇത് നിയന്ത്രിച്ചിട്ടുണ്ട്, കുറച്ച് വ്യക്തികൾ കൂടി മാത്രം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അപ്പോൾ ആൾ പറയും, ഇത് ഒരിക്കലും നടക്കില്ല, താങ്കൾക്ക് ബെറ്റ് വയ്ക്കാൻ പറ്റുമോ? താങ്കൾ പറയണത് ഒരു ദിവസം കൊണ്ട് താങ്കൾ കാശ് ഒരാൾ ലക്ഷാധിപതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്, ബെറ്റ് വയ്ക്കാൻ പറ്റും ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ നിങ്ങളെ ഞാൻ ഒറ്റ മണിക്കൂറിൻ്റെ ലക്ഷാധിപതിയാക്കി കാണിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആൾ ഫോൺ കൊടുക്കുകയാണ്. ഫോൺ കൊടുത്തിട്ട് സദ്ഗുരു ഒരു സാധനം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ കയ്യിൽ ഒരു 21,000 രൂപ എന്നെ വിശ്വസിച്ചിടാൻ പറയുന്നത്. അങ്ങനെ 21,000 രൂപ ആൾ ഇട്ട് മണിക്കൂറുകൾക്കകം മിനിറ്റുകൾക്കകം അതിൽ ക്യാഷ് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ പറയാണ്, സദ്ഗുരു താങ്കൾ ചെയ്ത് ഭയങ്കര വിഡിത്താണല്ലോ. അപ്പോൾ എന്താണ് ഞാൻ ചെയ്ത് വിഡിത്തം ചോദിക്കുമ്പോൾ, താങ്കൾക്കറിയില്ലേ 4 ഭാഗത്തും ക്യാമറ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇരിക്കുമ്പോൾ ഈ കംപ്ലീറ്റ് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കേസും ഈ ക്യാമറയിൽ പതിഞ്ഞു എന്ന് കാണിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ളവർക്കൊക്കെ ഇത് മനസ്സിലായി. അപ്പോഴേക്കും സദ്ഗുരു പറയുന്നത്, ഈ പെട്ടെന്ന് ഇത് നിർത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഇത് ആകെ പ്രശ്നമാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഭയങ്കര ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താ അറിയും, അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പ് ഒന്ന് തപ്പി പിടിക്കണമല്ലോ, ആ ആപ്പ് ഒന്ന് തപ്പി പിടിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതിൽ നമ്മുടെ ഷെയറിലിട്ട് കളിച്ച് കാശിൽ അവിടെ എടുത്തിട്ട് അവന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഈ ലിങ്ക് ഒന്ന് ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, സഹിലേട്ടാ ഞാനേ നമ്മുടെ അംബാനിയുടെ മകൻ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഒരു ആപ്പ് ഉണ്ടോ, ഇതേപോലെ ആപ്പ് ഉണ്ട്, ശരിയാട്ടോ, അതിപ്പോൾ 2 പേര് പറഞ്ഞില്ലേ, 2 പേര് പറഞ്ഞപ്പോൾ ശരിയാണ് സൈലേട്ടാ, അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനെടുത്ത് നോക്കി പറഞ്ഞു, എന്നാൽ എനിക്കും വിട്ടുതരാൻ പറഞ്ഞു, എനിക്ക് അവൻ്റെ അടുത്ത് ഇട്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു അംബാനിയുടെ മോൻ്റെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഗെയിം കളിക്കുന്ന വീഡിയോ. അപ്പം എനിക്ക് മനസ്സിലായി അത് AI എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് AI കളിയാണ്, ഇത് തട്ടിപ്പ് AI ആണ്.
എന്താ പറയുക, സെയിം പോലെ തന്നെ അംബാനിയുടെ മോനെ ഇൻ്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നെ മോനെ നീ ക്യാഷ് ഇടാൻ ഞാൻ ഭാഗ്യം. അവൻ പറഞ്ഞ് അവന് ഇൻ്റർനാഷണൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാഷ് ഇടാൻ പറഞ്ഞിട്ട് വേഗം ക്യാഷ് ഇട് വേഗം ക്യാഷ് ഇട് പറഞ്ഞിട്ട് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ സത്യം പറഞ്ഞാൽ ഒരു ഡിഗ്രി പഠിച്ച് നല്ലൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഷെയറിൽ നിന്നും നന്നായിട്ട് ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവൻ പോലും ഏകദേശം ഒരു 90% പെട്ടുപോയി. ഞാൻ അതിൻ്റെ പകുതിയോളം പെട്ടുപോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ കേസിൽ. ഞാൻ ചിന്തിച്ചത് പോലെ എത്ര ആൾക്കാർ, അതായത് സദ്ഗുരു നോക്കിയിട്ടുള്ള ആപ്പ് ഏതാണ് എന്നുള്ളത് എത്ര ആൾക്കാർ നോക്കിയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ മാത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എന്നിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സൈറ്റിലേക്ക് ഞാൻ പോയി. അപ്പോൾ നമ്മൾ സ്വതവേ ഒരു ഇതേപോലത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആ പേരുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹോം പേജിലേക്ക് പോകും. ഇത് ഹോം പേജിലേക്ക് പോകണില്ല. സെക്ഷനിൽ കുത്തി കഴിഞ്ഞാൽ ആ സെക്ഷൻസ് വരും, സെക്ഷൻ വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പ് പേജാണെന്നുള്ളത്. ഇത് ഒരു തട്ടിപ്പ്, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തട്ടിപ്പ് പേജാണ്. എല്ലാവരും വിശ്വസിക്കരുത്. ഇതുപോലത്തെ തട്ടിപ്പുകൾ കുറേ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എന്താ പറയുക, പുറത്തേക്ക് ആരും പറയണില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ പോയി ചാടിക്കൊണ്ടിരിക്കുകയാണ്. രസമല്ല, ഇതിൽ കമൻസ് എന്തോരം വന്നിരിക്കുന്ന അറിയോ? ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ കമൻസ് ആണെന്ന് ആരും വിചാരിക്കും. ഇതൊന്നും ഒറിജിനൽ കമൻസ് അല്ല. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് സീ മോർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെക്കില്ലേ, അതേപോലെയുള്ള കമൻസ് തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പറയുന്നത് എന്നെ പോലത്തെ മണ്ടന്മാർക്ക്, പല ബുദ്ധിമാന്മാരും ഇതിലുണ്ടാവും. ഇത് പണ്ട് മുതലുള്ള തട്ടിപ്പൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നെ പോലത്തെ മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ മാവ് റിലേറ്റഡ് അല്ലാത്ത ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.